തകർന്നുപോയ തന്നെ കൈപിടിച്ചുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന നാട്ടിക MLA CC മുകുന്ദൻ. പാവപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പിന്നോക്ക ജനവിഭാഗത്തെ കൈപിടിച്ചുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയായതുകൊണ്ടാണ് BJPയിൽ ചേരാൻ തീരുമാനിച്ചതെന്നും CC മുകുന്ദൻ. നാട്ടികയിൽ നിന്നും വൻ ഭൂരിപക്ഷത്ത് വിജയിക്കുമെന്നും മുകുന്ദൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നാട്ടികയിലെ MLA ആയിരുന്ന CC മുകുന്ദൻ BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. BJP അംഗത്വം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2021 28,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള CC മുകുന്ദൻ CPI തള്ളിപ്പറഞ്ഞിരിക്കുന്നു. CPI തന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം CPIയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഈ BJPയിലേക്ക് വരാനായിട്ട്, BJPയിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് അങ്ങേ പ്രേരിപ്പിച്ച ഘടകം? നാട്ടിക നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ മുഴുവൻ മൊബൈൽ കൂടെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകണമെങ്കിൽ നമ്മുടെ ജനങ്ങളോട് ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് അടിപെട്ട് പോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BJPയിലേക്ക് വരാൻ സാഹചര്യമുണ്ടായത്. അത് അല്പം മുമ്പ് സൂചിപ്പിച്ചു, സാധാരണക്കാരനായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് താൻ BJPയിലേക്ക് വരുന്നതിന് വേണ്ടി തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നടക്കം പറഞ്ഞു. അത് തന്നെ വേറെ പ്രത്യേകത പറയേണ്ടതില്ല. അതുകൊണ്ട് ഉൾക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരടക്കം തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഈ ശിഷ്യന്മാർ? തന്നെ എന്താണ് ഈ കുറിച്ചൊന്നും ഇപ്പം എന്നെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോരാട്ടം വരുമ്പോൾ അവിടെ ചിലരും എൻ്റെ ശിഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ഭംഗിയായ രീതിയിൽ മറുപടി കൊടുക്കാനും കൂടി എനിക്ക് വേദി തയ്യാറാക്കി വന്നാൽ നിങ്ങളൊപ്പം വരണം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഈ CPIയിൽ നിന്ന് തനിക്ക് ഏറ്റിട്ടുള്ള പീഡനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ നാട്ടിലെല്ലാം സാധാരണ വോട്ടർമാരോടൊക്കെ അങ്ങ് പറയൂ, എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? അല്ല, അവർ പറയുന്ന ഈ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് തന്നെ 225 ബൂത്തുകൾ നാട്ടിൽ നിയോജകമണ്ഡലത്തിലുണ്ട്. ഓരോ ബൂത്തിലും എൻ്റെ പ്രവർത്തകർ കൂടി സഹകരിക്കാൻ ആ ബൂത്തിൽ പോയി സത്യസന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയും. മറ്റുള്ള പാർട്ടി ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടി ഭയങ്കര ഭൂരിപക്ഷം ജയിക്കാൻ ഞാൻ സാധ്യതയുണ്ട്. ഇക്കുറി എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അതും പറഞ്ഞ മഹാഭൂരിപക്ഷം വോട്ട് എനിക്ക് കിട്ടും. ഒരാൾക്കും പറയാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു ഭൂരിപക്ഷമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. BJP നേതാക്കളൊക്കെ ഏത് തരത്തിലുള്ള സ്വീകരണമാണ് ഈ സ്വീകരണത്തിൽ അങ്ങ് കണ്ടല്ലോ? ഈ സ്വീകരണം കണ്ടല്ലോ, എല്ലാവരും ഒന്നിച്ച് കയറി പിടിക്കൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. ആ അനുഭവം എൻ്റെ ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വളരെ സന്തോഷത്തോടെ ഇവരൊക്കെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സ്വീകരണമാണോ അങ്ങേക്ക്? അല്ല, അതിൻ്റെ സന്തോഷമാണ്. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ഒരു ദുഃഖത്തിൽ നിന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സമീപനം ഈ പ്രസ്ഥാനം സ്വീകരിച്ചു. ഇതല്ലാതെ പിന്നെ ഏതാണ് എനിക്ക് സന്തോഷകരമായ അനുഭവം ഉണ്ടാകേണ്ടത്? ഇതാണ് എനിക്ക് പറയാനുള്ളൂ. താൻ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇരുകൈ നീട്ടിയാണ് BJP സ്വീകരിച്ചതെന്നാണ് CC മുകുന്ദൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ VM മരികൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശ്ശൂർ.